നിർത്താം എന്ന് തോന്നുന്നിടത്തുനിന്നാണല്ലോ പലതിൻ്റെയും തുടക്കം. അങ്ങനെ ഞാനും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നേ 10 മണി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ ഇന്ന് ആർക്കും പോകണ്ടല്ലോ, ചായയൊക്കെ ഇടാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ചായയൊക്കെ ഇടട്ടെ. ഇനി ബൂട്ടിന് വേണ്ടിയുള്ള സ്മൈലികളാണ് തീർന്നു കേട്ടോ. ഇതാ കവറ് ഇത്രയും കൂടെ ഉള്ളൂ, 2 അങ്ങാണ്ടേ ഉള്ളൂ ഇതിനകത്ത്. ചായ ഇടണം. ഇനി ഏട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് പോയി, നമുക്ക് ചായ ഇടണം. കൈപ്പുള്ളി കൈ തട്ടി ഇത്രയൊക്കെ അവൻ കഴിക്കും. അതാകുമ്പം കുറച്ചാകുമ്പോൾ അവന് മടുക്കും കേട്ടോ. കെച്ചപ്പ് ഒരു കുപ്പി മേടിച്ചത് മൊത്തം അവനാണ് തിന്നുന്നത്. ഇങ്ങനെ കൊടുത്തുകൂടാന്നൊക്കെ പറയും, പക്ഷെ ഞാൻ കൊടുക്കാറില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഇത് മേടിക്കുന്നത്. ഇവിടെ ഇത്രയും നാളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ടൊന്നും നമ്മൾ വാങ്ങാറേ ഇല്ല കേട്ടോ. ഇത് ഭവ്യക്കുട്ടി ഓരോ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. ഇല്ല, ഇതിനകത്ത് സംഭവം വരുന്നില്ല, തീർന്നു. ചായ കൊടുക്കട്ടെ. അവന് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കേട്ടോ. ഈ ക്ലാസ്സൊന്നും അവൻ കുടിക്കില്ല. ഇതിപ്പോൾ എനിക്കെടുത്തതാണ്. അവനെ പാലാ കുറച്ച്. അവൻ്റെ ഗ്ലാസ് ഇതാണ്. ഇങ്ങനെയുണ്ടോ അവൻ്റെ ഗ്ലാസ്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോയാണ്. ഇന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക വെട്ടിപ്പറിക്കുന്നത്, ഇതൊക്കെ വെട്ടിപ്പറിച്ചെടുത്തപ്പോഴുണ്ടല്ലോ മോക്കാണെങ്കിൽ ഭയങ്കര കൊതി വന്നിരിക്കുക. അങ്ങനെ ഞാനിതെല്ലാം വെട്ടിപ്പറിച്ചെടുത്തു. പക്ഷേ ഒരു ശകലം പോലും മധുരമില്ലായിരുന്നു കേട്ടോ. ഈ ചക്കയുടെ ചുളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ കാണാനൊക്കെ ഭംഗിയല്ലേ. അപ്പോൾ ഇത് വയണയിലേക്കകത്ത് കുറച്ച് ചക്കയപ്പം ആക്കാം എന്ന് കരുതിയേ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ശർക്കര എടുത്ത് ആദ്യമേ വെള്ളത്തിലൊക്കെ ഇട്ട് ഉരുക്കി, പിന്നെ വയണയില കഴുകി വൃത്തിയാക്കി എടുത്ത് ചക്ക അരച്ചെടുത്ത്, ചക്കയുടെ കൂടെ അരയ്ക്കുമ്പോൾ കുറച്ച് ഏലക്കയും കൂടി ഇട്ടേ. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നു ഈ ഉരുക്കിയ ശർക്കരയ്ക്കകത്തോട്ടിട്ട് ഒന്ന് വേവിച്ചു. അതിൻ്റെ പച്ച ഒരു ചെവയൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് പോകാനായിട്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ടൊരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് പിന്നെ ഒരു നുള്ളു ജീരകവും തേങ്ങ അരിഞ്ഞു വെച്ചതും കുറച്ച് തേങ്ങ തിരികിയതും പിന്നെ ഒരു സ്പൂണ് നെയ്യും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് അത് ഒന്ന് കുഴച്ച് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വയണയിലേക്കകത്തോട്ട് അങ്ങ് ചുരുട്ടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മുടെ ചക്കയപ്പം, കുമ്പിളപ്പം അല്ല, അത് കുമ്പിളിനകത്താക്കുമ്പോൾ അത് വേറൊരു ഇതാണ്. ഇത് പക്ഷേ ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തെടുത്തപ്പോൾ എന്താ മണമെന്നറിയാം. വയണയിലേക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചക്കയപ്പം എന്ന് വിളിക്കണോ വയണയിലപ്പം എന്ന് വിളിക്കണോ, എന്തായാലും എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, സംഭവം കിടുമായിരുന്നു. ഇനിയൊരു കാര്യം പറയട്ടെ, ഞാൻ പലപ്പോഴും ഈ യൂട്യൂബിൻ്റെ പരിപാടി അങ്ങ് നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വരുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 1 രൂപ പോലും മുടക്ക് ഇല്ലാതെയാണ് ഞാൻ ഈ യൂട്യൂബിനകത്ത് നിന്ന് പൈസ എനിക്ക് 1 രൂപയായാലും കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്? കിട്ടുന്നത് ലാഭമല്ലേ. അപ്പോൾ നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ അങ്ങനെ ഇട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അമ്പാടിക്ക് ലുലുവിലെ ബിരിയാണി ഇഷ്ടമാണ്. അങ്ങനെ ഏട്ടനാ അവനൊരു ബിരിയാണി മേടിച്ചുകൊണ്ട് അങ്ങനെ പൊട്ടിക്കട്ടെ. പക്ഷേ ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഇതേ ലുലുന്ന് കിട്ടുന്ന ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാ ബിരിയാണി ഇതിടയ്ക്ക് അവന് മേടിച്ചു കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ്സിൻ്റെ ഒരു പിക്കിളുണ്ട്, പിന്നെ എഗ്ഗുണ്ട്, പിന്നെ 2 ചിക്കൻ കാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് ഫ്രൈ ചെയ്ത് ഉള്ളത്. അപ്പോൾ ഇനി ഇത് അവന് കൊടുക്കണം. ഇതിൻ്റെ ബാക്കി ഇത്രയും പലരും കൊണ്ടുപോയി കേട്ടോ. ഈ ബിരിയാണിയുടെ ഇതാ ആർക്കും വേണ്ടാത്ത കുറച്ച് അച്ചാറ്, ചിക്കൻ പീസ്, പിന്നെ ഇതേ മുട്ടയുടെ ചുമന്ന കറി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ബാക്കിയെല്ലാം വേണ്ടുന്നവർ കൊണ്ടുപോയി. അപ്പം ഞാനിത് കഴിക്കട്ടെ. ഇതിനകത്ത് മുട്ട പപ്സ് കൂടെ മേടിച്ചേ, അതൊക്കെ ആരുണ്ടൊക്കെയോ കൊണ്ടുപോയി. എനിക്ക് വീഡിയോ എടുക്കാൻ ഇതേ കിട്ടിയുള്ളൂ, പപ്സും ചായയും. ഇന്നത്തെ നമ്മുടെ ചായയുടെ കടിയാണ് ഇത്. കണ്ടോ, എൻ്റെ ഭവ്യക്കുട്ടിയുടെ വക സ്പെഷ്യൽ കേക്കാണേ, അമ്പാടിച്ചന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതാണ് ഇന്ന് ഇഡ്ഡലി കൂട്ടത്തിലാക്കിയെന്ന് അറിയാമോ, അവനെടുത്ത് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, ചൂട് തൊടാൻ പറ്റുന്നില്ല. ഇതാ കണ്ട, കൈപൊള്ളി. ചേച്ചിയുടെ കേക്ക് തിന്നുന്ന അമ്പൂട്ടൻ ഇഡലിയിൽ. അതാ ഇഡലിയിൽ കയറി നിൽക്കുന്ന എവിടെയാന്ന് നോക്കിയേ, അവൻ്റെ സ്ഥിരം പ്ലേസായത്. പനിക്കൊക്കെ ഒരു ശമനമായി. അപ്പോൾ നാളെ മുതൽ അമ്പാടിക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ആണെന്ന്. പക്ഷേ ഭവ്യയ്ക്ക്
അല്ലാതെയാണ് അമ്പാടിക്ക് മാത്രം ഓൺലൈൻ ക്ലാസ് കേട്ടോ. എന്നാൽ പിന്നെ ഈ കാര്യം ഉണ്ടായിരുന്നോ, എല്ലാ വർഷവും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുന്നത്. പക്ഷേ ഇത്തവണ 10-20 ദിവസം മുന്നേ അങ്ങ് സ്കൂൾ തുറന്ന്. പക്ഷേ എല്ലാ പേരൻസിനോടൊന്നും ചോദിക്കുകയൊന്നും ചെയ്യാണ്ടൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ നല്ല ചൂട് അങ്ങോട്ട് വീണ്ടും ഉണ്ട്. ചൂട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ നല്ല കടുത്ത് വരിക. എല്ലാവർക്കും പനിയാവുന്നുണ്ട് കേട്ടോ. പനി, കാലുങ്കയും കഴുപ്പ്. എനിക്കാണെങ്കിൽ കുറച്ച് 2-3 ദിവസം കൊണ്ടേ എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോ അമ്പാടിക്കും പനിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുമാതിരി പനിയായി. നല്ല ചൂടാണ് അടിക്കുന്നത്. എല്ലാവരും അങ്ങ് എ സിക്കകത്ത് ആയിരിക്കത്തില്ല. ചിലപ്പോൾ എപ്പോഴും ഈ നടന്നു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരമെങ്കിലും നടന്നു പോകേണ്ട ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം പനി വെയിലടിച്ച് കുടയിൽ നിന്ന് പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നു ഓൺലൈൻ ക്ലാസ് എന്ന്. ഇത് നേരത്തെ ഈ പിള്ളേർ ഓണമൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പലരും അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് റേറ്റൊക്കെ കൂടി നിൽക്കുമ്പോഴേക്കും ചിലർ തിരിച്ച് കയറി വരുന്നതും ഒക്കെ. ചിലർ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു ഓണമൊക്കെ കഴിഞ്ഞിട്ട് വരാനൊക്കെ ആയിരിക്കും. ഇനി ഓൺലൈൻ ക്ലാസ് എന്താവോ എന്തോ അറിയത്തില്ല കേട്ടോ. പക്ഷേ എന്തായാലും പിന്നെ ഭവിക്ക് ക്ലാസ്സുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യങ്ങൾ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഓഫീസിൽ വരെ ഒന്ന് പോകണം ഏട്ടൻ്റെ കൂടെ. ഈ നേരം വരെയുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങ് അവസാനിപ്പിക്കുക കേട്ടോ. എനിക്ക് ഇത്തിരി തിരക്കും കാര്യങ്ങളും വൈകിട്ട് ഓഫീസിൽ വരെ ഒന്ന് പോകേണ്ടതായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിക്കുക കേട്ടോ. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.